അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫണ്ണോളജി. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഗെയിമാണ് കളിക്കാൻ പോണത്. പ്രസൺ എസ്കേപ്പ് ആണ്. അപ്പോൾ നിങ്ങൾ സബ് അടിക്കുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ അടിക്കുക. ബാക്കി നമുക്ക് വീഡിയോ ചെണ്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ജയിലിൽ നിന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് മാറ്റൊക്കെ ഒന്ന് ഇട്ടി നോക്കാം. അപ്പോൾ അതെ, അതെ പയ്യന്മാരോടെ പുഷപ്പൊക്കെ എടുക്കുന്നുണ്ട്. സീനാണ്. നമുക്ക് നൈസായിട്ട് സ്പൂൺ എടുക്കാം. ഗൈസ്, ഇവിടെയാണ് കുഴിക്കേണ്ടത്. നമുക്കിവിടെ എന്താ ഡിസ്ട്രോയ് യൂണിയുടെ ചെയർ ഇവിടെ നിന്ന് എടുക്കുക. ഓ ഏതാ, അവിടെ തന്നെ നോക്കാം. പൊളിച്ചുണ്ട്. ഇനി കുഴിക്കാനുള്ള പരിപാടി. ഇനി എന്ത് ചെയ്ത് ക്ലോസറ്റ് ചെയ്യുന്ന കൊല്ലം കിട്ടുമോ നോക്കാം. ഇതെന്താ ഒരുത്തന്നെ ഫ്ലഷ് അടിക്കാണ്ടാണോ പോയേക്കണോ? ഏതാ സ്പൂൺ എടുക്കാനുള്ള പരിപാടിയാവും. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ അടിയിൽ ഈ സാധനങ്ങളൊക്കെ കസേര വെച്ച് വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് സ്പൂൺ എടുക്കുക. കുടിക്കാനുള്ള പരിപാടി. സ്പൂൺ എടുത്തിട്ട് ക്ലോസറ്റ് നമുക്ക് ഇവിടെ എന്തോ പണിയുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്പൂൺ വെച്ചാണെന്ന് തോന്നുന്നു ഗൈസ് കോരണത്. ഏതാ അതേ സ്പൂൺ വെച്ച് വലിയ തുടങ്ങി തുളത്തി ഒറ്റടി. ഗൈസ്, അങ്ങനെ നമ്മൾ കുഴിയൊക്കെ കുഴിച്ച് കുറച്ച് ക്യാനും പരിപാടിയൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇവിടെ സ്പൂണൊക്കെ അങ്ങ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർഡിനെ വിളിച്ച് നോക്കാം. പുള്ളിക്കാരനെ എവിടെയാണ് നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ തുറന്നു വരും. അടിപൊളി. അതെ, പുള്ളി എന്താണ് ഫ്ലാഷിൻ്റെ ഉള്ളിലുള്ള എവരിത്തിങ് ഓക്കെ, എല്ലാം ഓക്കെയാണ്. വെച്ചാൽ എല്ലാം ഓക്കെയാണ്. ഒന്നും ശല്യമില്ല. സ്ഥലം കാലിയായിരിക്കും. നമുക്ക് കുറച്ച് അതെ ഇവിടെ നിന്ന് പണി തുടങ്ങാം. നമുക്കിനി സ്പൂൺ എടുക്കാം. ഇന്ന് തന്നെ മാസമായിട്ട് ഇറങ്ങണം. അതാണ് അടുത്ത പ്ലാൻ. അതെ, പേപ്പർ ഫ്രം ദ ഗാർഡ്. ആ ഗാർഡിൻ്റെ നിന്ന് പേപ്പർ എടുക്കണമായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യം പോലീസ് പൊക്കി. ഞാൻ മണ്ടത്തരം കാണിച്ച് നേരെ ആ കാർപ്പറ്റ് തുറന്നിട്ട് പുള്ളിക്കാരൻ ഓടി വന്ന് പിടിക്കുകയും ചെയ്തു. എന്താ പരിപാടി? ഇപ്പോഴത്തെ ലഞ്ച് ബ്രേക്കാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കാം. സൂപ്പൊക്കെ കിട്ടുമെന്ന് പറയണം. അതെ, കിട്ടി. കുറച്ച് രക്ഷപ്പെടാനുള്ള പരിപാടി. ചെക്കൻ കിട്ടിയത് സാധനം വിഴുങ്ങി. എനർജി കിട്ടോട്ടെ പുള്ളി. നമുക്ക് ഗൈസ് സെറ്റപ്പ് ജയിലാണ്. ഐറ്റങ്ങളൊക്കെ ഉണ്ട്. റെഡ് ബുള്ളൊക്കെ വാങ്ങാൻ പറ്റുന്നു. നമുക്ക് പിന്നെ കുഴി ഒളിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. അവന്മാർക്ക് അതുമില്ല. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ സമയം. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നമുക്ക് കയറി കുഴി ഒഴിക്കണ പരിപാടി അങ്ങ് തുടങ്ങാം. ഗൈസ്, അടയ്ക്കാനും പറ്റണല്ല. കമ്മി. ഗൈസ്, ഗാർഡിനെ കിട്ടിയില്ലെങ്കിലും ഗൈസ് പറഞ്ഞ പോലെ നമ്മൾ നടന്ന് പുറത്ത് ജിമ്മിലായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ ഏതൊരുത്തന്നെ നമുക്ക് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ജിമ്മിലൊക്കെ ഇന്ന് സംഭവം കളിച്ച് നോക്കാം. ചെക്കന് പൊക്കാനുള്ള സ്റ്റാമിന ഇല്ല. നമുക്കിത് ഇതൊന്ന് തുറന്നൊക്കെ നോക്കാം. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാണ്ട് നമുക്ക് നൈസായിട്ട് നമ്മുടെ പണി ഗൈസ്. നമ്മളെ ചെറുതായിട്ട് പൊക്കിയാനേ, പക്ഷെ പൈസ കൊടുത്ത് അങ്ങനെ നൈസായിട്ട് കിട്ടി. ഗാർഡ് പുള്ളിനെ കാണാൻ ഗൈസ് കുഴപ്പമില്ല. ഗൈസ്, ഇനി 1 മിനിറ്റ് എടുക്കും പുള്ളി വരാനായിട്ട്. നമുക്ക് നൈസായിട്ട് പണി തുടങ്ങാം. പണിയൊന്നും ആയിട്ടില്ല. എല്ലാം തൊട്ട് തുടങ്ങാണ്ടി വന്ന്. ആ പുള്ളിക്കാരൻ നമ്മളെ പിടിച്ചോണ്ട് അതൊരു പ്രശ്നമേ അല്ല. പണിയൊക്കെ നമ്മുടെ വേഗം തന്നെ തിരിച്ചിരിക്കും. ഗൈസ്, അതൊന്നും പൊളിക്കാനും കൂടി പറ്റണല്ലോ. നമുക്ക് നൈസായിട്ട് നമ്മുടെ സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇവിടെ കുഴിച്ച് തുടങ്ങാം. അല്ലെങ്കിൽ അതായത് പാവേനെ കിട്ടിയുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അതെ ഗൈസ്, ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. ഈ അനാവശ്യമുള്ള പാവേനെ കിട്ടിയിട്ട് കാര്യമില്ല.
അത് ഗൈസ് ഇവിടെ എന്തോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാൻറ്റീനാ. ക്യാൻഡി, റബ്ബർ ഡക്ക്. ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം നൈസായിട്ട്. ഒന്നുകൂടി പൊളിക്കാം. ഗൈസ് അങ്ങനെ ഗാർഡ് പിന്നെയും എത്തി. നമ്മൾ നൈസായിട്ട് ഫുള്ള് കുഴിയൊക്കെ കുഴിച്ചുണ്ട്. നമ്മെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുള്ളിക്കാരൻ വന്നവരും അതേ വന്നിട്ടുണ്ടെന്ന് നൈസായിട്ട് പൈസ കൊടുക്കുക. പൈസ വിട്ട് ഇട്ടിട്ടുണ്ട്. ആ 1 മിനിറ്റ് പിന്നെ കിട്ടി ഗൈസ്. ഗൈസ് മിക്കവാറും ഇതൊക്കെ എടുത്ത് ബാത്റൂമിൽ നമുക്ക് നൈസായിട്ട് ഈ മണ്ണൊക്കെ വാരി എടുത്ത് ഫ്ലഷ് അടിക്കാം. ഗൈസ് പുള്ളിക്കാരൻ എന്താ സംശയം അടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എല്ലാം ക്ലീൻ ആയിട്ടാണ് നിൽക്കണത്. ഈ 2 പാവകളുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് പണി തുടങ്ങാം. ഞാൻ പുള്ളിക്കാരൻ എന്തായാലും 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. നമുക്ക് നൈസായിട്ട് അതെ സ്പൂൺ എടുക്കുക. ഗൈസ് ആ പുള്ളിക്കാരൻ പണി പാളി. അയ്യോ ഗാർഡ് പിടിച്ച് തീരുമാനമായി. അയ്യോ സ്പൂൺ എൻ്റെ പൊന്നോ. മച്ചാനെ സെക്കൻഡുകൾക്കുള്ള രക്ഷപ്പെട്ടു. ഗൈസ് നമ്മ രക്ഷപ്പെട്ടെന്ന് വന്നാ പണിവാളും അതേ വന്ന് നോട്ട് അപ് ടു സംതിങ് ആർ യു? ഒന്നുമില്ല. എന്തെങ്കിലും ഗൈസ് പുള്ളിക്കാരൻ നൈസായിട്ട് ഇത് തന്നുണ്ട്. ആവശ്യം വരും. നമുക്ക് നൈസായിട്ട് ഇവിടെ ട്രേഡ് വല്ലതും അടിക്കാൻ നോക്കാം. ഗൈസ് നമുക്കങ്ങനെ ഡിഗ്ഗിങ് ടൂൾ കിട്ടുന്നുണ്ട്. മര്യാദ ഉള്ള നമുക്ക് വന്നുണ്ട്. മറ്റവനെന്തോ അന്തം വിഴിഞ്ഞ പോലെ നിൽക്കുകയാണ്. ഗാർഡ് മാസമാണ്. നമുക്ക് പിന്നെ ഗൈസ് അങ്ങനെ രാത്രിയായെന്നാണ് സിറ്റുവേഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് നൈസായിട്ട് പണി തുടങ്ങാം. ഇനി എന്തായാലും 1 മിനിറ്റ് കഴിയുമ്പോൾ വരുള്ളൂ പുള്ളി. നമുക്കിതങ്ങ് കൺട്രോൾ അടിച്ചിട്ട് പണിയിലേക്ക് ഇറങ്ങാം. പക്ഷേ ഇവിടെ നിന്ന് എന്തോ ക്യാനെന്തോ കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് വെച്ചിട്ട് പറഞ്ഞിടത്തങ്ങ് കുടിച്ച് നോക്കാം. അപ്പോൾ പണിയിലേക്ക് കയറാം. ഗൈസ് അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും എണീറ്റുണ്ട്. നമുക്കിവിടെ ചപ്പാത്തി എന്ന് ഇരിക്കണം. അതെടുത്തങ്ങ് കഴിച്ചു നോക്കാം. സൂപ്പ് തന്നെ ഉണ്ടാവും ഗൈസ്. ഇവിടെ ഡെയിലി സൂപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പണിയിലേക്ക് കയറാം. ഫുൾ എനർജിയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും പണിയിലേക്ക് കയറാണ്. അല്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും. അതിനേക്കാളും പണിയിലേക്ക് കയറാം. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ ലൈക്കും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. എന്നും പറയണ പോലെ തന്നെ 50 സബ്ബാക്കാം. അതെ മാസാക്ക. ഇതൊക്കെ കളക്ട് ചെയ്ത് നൈസായിട്ട് അവിടെ വെക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ഇനിയും കുഴിച്ചു തുടങ്ങാം. നമ്മൾ ഏകദേശം ഒരു ലെവലിലേക്ക് എത്താറായിട്ടുണ്ട്. കുഴിച്ച് നമ്മൾ കുഴിയിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്തോ നമുക്ക് കിട്ടിയുണ്ട്. ബൈനോക്കുലർ കിട്ടി ഗൈസ്. മൂഞ്ചി അയ്യോ മൂഞ്ചി ഗൈസ് മൂഞ്ചി കാര്യമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നൈസായിട്ട് സ്കൂട്ടാക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞൊതുക്കിയതാണ്. അതെ ഫണ്ട് കൊടുക്കാനില്ലായിരുന്നു. നൈസായിട്ട് പറഞ്ഞു വിട്ടാണ്. കാലൊക്കെ പിടിച്ച് വിട്ട് അത്രേ ഉള്ളൂ. ഇനിയാൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. നമ്മ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഞങ്ങൾ പറയൽ മാത്രമേ ഉള്ളൂ. കേസ് തുറന്നു കിട്ടി നമുക്ക് കൊല്ലമൊക്കെ വാങ്ങാമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് പണിയെടുക്കാണ്ട് വേറെ വഴിയില്ല. നമ്മ ഇനി കയറക്കിട്ട് കയറേണ്ടി വരും പൊക്കത്തോട്ട്. അത് വേറെ കാര്യം. ടൂൾ എടുക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ കുഴിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. നൈസായിട്ട് മണ്ണൂരിയൊക്കെ അവിടെ തന്നെ ഇടാം. ഇനി നമുക്ക് സമയമില്ല. ഫ്ലഷ് അടിച്ചില്ലെങ്കിൽ നമ്മളെ ഫ്ലഷ് അടിക്കും ഗൈസ്. മൂഞ്ചിന്ന് പോകണ്ട. ഇത് സ്പീഡ് കിട്ടിയില്ലെങ്കിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചെയ്തൊക്കെ വെറുതെ. അയ്യോ ഡാമേജ് നമ്മൾ ഏറ്റവും വാങ്ങിയാണ് ഗൈസ്. അയ്യോ
ഇല്ല നമ്മൾ രക്ഷപ്പെടും അവൻ്റെ ഇത് രക്ഷപ്പെടും നമ്മ ഒന്നുമില്ലെന്ന് പറഞ്ഞ ഒളിപ്പിച്ചൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നൈസായിട്ട് 2 ഡ്രിങ്കൊക്കെ അടിച്ചിരിക്കുക. ഡ്രിങ്കൊന്നും അടിക്കാൻ ഡ്രിങ്കേ ഇല്ല, ആൾക്ക് പയ്യൻ്റെ എനർജിയുമില്ല. നൈസായിട്ട് പേരിനിടന്നുറങ്ങാം, അതും പറ്റൂല. ഗൈസ് അങ്ങനെ നമുക്കല്ലേ എന്തോ തന്നിട്ടുണ്ട് നമുക്ക്. ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക്. ഒരു സീരിയൽ വാങ്ങിച്ച് വെച്ചേക്കാം, മുട്ടത്തലേന്ന് തന്നല്ലേ. ഡമ്പലൊക്കെ ഡമ്പല് വേണ്ട ഗൈസ്, ഡമ്പലിനുള്ളതൊന്നും ഇല്ല. അത് അയ്യോ പയ്യന്മാരൊക്കെ വേഗം ഒന്നും അറിയാത്ത പോലെ തന്നെ പുഷപ്പ് എടുക്കണേ. നമുക്ക് നൈസായിട്ട് ഗാർഡ് വന്ന് തടയ്ക്കണവരെ ഇവിടെ നൈസായിട്ട് നിൽക്കാം. അതെ പുള്ളിക്കാരൻ അതെ വന്നടച്ചുണ്ട്. നമുക്ക് വേഗം പണി തുടങ്ങാം, വേഗം പണി തുടങ്ങാം. ഗൈസ് അങ്ങനെ നമ്മൾ കുഴിച്ച് ഒരുമാതിരി ഒരു പരുവത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം കളി തീർക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളി ഇഷ്ടപ്പെട്ടാന്നറിയാനായിട്ട് നിങ്ങൾ ഒന്ന് കമൻ്റൊക്കെ ഇടണം. നമ്മൾ നൈസായിട്ട് പിന്നെ ബാക്കി പാർട്ട് 2 നമുക്ക് കാണാം.